അതായത് മാംഗോയും ചോറും, മാങ്ങാച്ചോറ്, തേങ്ങാച്ചോറ് എന്ന് പറയുമല്ലോ നമ്മൾ, അതുപോലെ മാങ്ങാച്ചോറ്. അമ്മമ്മക്ക് കയറണം അതിൻ്റെ അകത്ത്. അയ്യോ എൻ്റെ ദൈവമേ, എനിക്ക് കയറണ്ട. വേണ്ടേ? അമ്മമ്മനെ കയറ്റാൻ പറ്റിയ വല്ലതും ഉണ്ടാന്ന് നോക്കട്ടെ. എങ്ങും കയറണ്ട, കണ്ടാ മാത്രം മതി. വേണ്ട മോനെ, വേണ്ട. മനസ്സിലായല്ലേ? പിടിച്ചോ, ഇത് കഴിക്കാനുള്ളതല്ല. ഏതാ വാലി? ലെബനോനി റൊട്ടി കിട്ടുമോ നോക്കണം. നമ്മൾ സൗദി വെച്ച് തിന്നണത്. ലെബനോന്റെ ഒരു ഇതുണ്ട്, പൗലിയനുണ്ട്. അത് വേണം അമ്മക്ക്. ലെബനോനി റൊട്ടി അത് നമുക്ക് ഇഷ്ടമാണല്ലേ? ഞാൻ മിസ് ചെയ്യണ സാധനം. മേടിച്ചു തരാം. ഉണ്ണിമാമൻ ഓൺ ദ ഫ്ലോർ. അയ്യോ, ഞാൻ ഇപ്പൊ താഴേക്ക് പോനെ. ഹൈ ചേട്ടാ, നിയാസ്. ഇത് സബ്സ്ക്രൈബറാ. മോന്റെ പേര് പറ. ഇഷാൻ ആണല്ലേ? കൊച്ചു കള്ളി. ഇപ്പോഴാണ് പേര് പറ. ഹയ. അടിപൊളി. ചേച്ചിയുടെ സമീറ. എവിടെയാണ് നാട്ടില്? ആലപ്പുഴയിലാണല്ലേ? കുറേ നാളായി ദുബൈയിൽ ആണല്ലേ? ഇന്ന് നിങ്ങളെ വെച്ചാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആണോ? അബുദാബിയിലാണ്. ഷാനിപ്പോഴും അവിടെ തന്നെയാ? ഓ ഗൈസ്, അപ്പോൾ നിയാസാറിൻ്റെ ഫാമിലി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കും അമ്മാമ്മ എവിടെയാണ്? അമ്മാമ്മ എവിടെ ഉണ്ടോ? ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ആക്ച്വലി അവർ നേരത്തെ ഇറങ്ങിയായിരുന്നു. നമ്മളിപ്പോൾ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എന്തായാലും നിയാസാറിൻ്റെ ഫാമിലിയെ കണ്ടോട്ട് സ്റ്റാർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾ വരുന്നില്ല അങ്ങോട്ട്? നമ്മളിന്ന് ഗ്ലോബൽ ആണോ? ഞങ്ങളിപ്പോൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാൻ പോവാം. ഓക്കെ, അപ്പോൾ ഹയ മോളെ, വെൽക്കം ടു അമ്മാമ്മ ഇൻ ദുബായ് എന്ന് പറഞ്ഞോ. ഓ തകർത്ത്. ഓക്കെ, അപ്പോൾ അമ്മാമ്മ ഇൻ ദുബായ് സീരീസ് ഇന്ന് എത്തി നിൽക്കുന്നതല്ല, പോകാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്കാണ്. അല്ലോ അമ്മ, ബാക്കിൽ രഞ്ജിതോനുണ്ട് കേട്ടോ. ഹായ് രഞ്ജിതോമ. രഞ്ജിതോനെ മെയിൻ ചാനൽ കാണിച്ചില്ലല്ലോ. ഇത് അമ്മാമ്മയുടെ മറ്റൊരു ആങ്ങളയുടെ മകനാണ്. മൂത്ത ആങ്ങളയുടെ, അതെ, മൂത്ത ആങ്ങളയുടെ മകനാണ്. ഉണ്ണിയമ്മ അവരെ എവിടെ ഉള്ളത്? അവര് ലുലു വില്ലേജിലുണ്ട്. വൈഡ് റേഞ്ചിൽ എത്തി. കഴിച്ചാ? ഫുഡ് കഴിച്ചാ? തുടങ്ങിയിട്ടുണ്ടല്ലേ? ഉണ്ണിയമ്മ കഴിച്ചില്ല? ഇല്ല, നമ്മളിത് എന്നാ നമുക്ക് നേരെ വിടാം. ലുലു. ഇത് എവിടെ ഉള്ള ലുലു വില്ലേജ് ആണ്? സ്ഥലപ്പേര് മുഹൈസ്നയിലുള്ള ലുലു വില്ലേജിലേക്ക് നമ്മൾ യാത്രയാണ്. ബെൽറ്റ് ഇട്ടോട്ടെ, ദുബായ് പണി മേടിക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ലുലു വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഉണ്ണിയമ്മയുടെ വൈഡ് റേഞ്ച്. വൈഡ് റേഞ്ചിന്റെ അടുത്താണ് പാർക്ക് ചെയ്യാറ് അല്ലേ? ഗൈസ്, നമ്മൾ വൈഡ് റേഞ്ചിന്റെ അകത്തേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന മച്ചാൻ. ഹായ് ബ്രോ, പേരെന്തായിരുന്നു? നിതിൻ ചേർത്തല സ്വദേശിയാണ് അല്ലേ? സന്തോഷം കണ്ടതിൽ. നമ്മൾ വീഡിയോ കാണാറില്ലേ? വെറുതെ പറഞ്ഞല്ലോ? അല്ല, വെറുതെ പറഞ്ഞല്ലോ. ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടപ്പോഴേ പറഞ്ഞപ്പോൾ തന്നെ കാണാറുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ ഈ പുറത്തെ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴേ അങ്ങനെ നമ്മുടെ പരിചയക്കാരെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ നാട്ടിലുള്ളവരത്തൊക്കെ ഹായ് പറഞ്ഞു വീഡിയോ വരുമ്പോഴത്തേക്കും കേട്ടോ. ഞങ്ങളപ്പുറത്തോട്ട് ചെല്ലട്ടെ. ഓക്കെ ബ്രോ. ഗൈസ്, അങ്ങനെ കടയുടെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് അമ്മാമ്മേ വീഡിയോ തുടങ്ങിയിട്ട് അമ്മാമ്മയും ദുബായ് എന്ന് പറഞ്ഞിട്ട് അമ്മാമ്മേനെ ഇതുവരെ കണ്ടില്ല. കഴിച്ചു കഴിഞ്ഞാ? ചോറ് കിട്ടിയാ? അമ്മാമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു, ചോറ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് കറികളുണ്ട്, പായസമുണ്ട്, എല്ലാം ഉണ്ട്, നല്ല മോരുണ്ട്. ആണോ? കഴിച്ചില്ലേ? സന്തോഷമായ? സന്തോഷമായി. ഇനി നമുക്ക് കാഴ്ചകൾ കാണാൻ പോവല്ലോ അല്ലേ? ഓക്കെ, എന്നാൽ കയ്യൊക്കെ കഴിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ. ദുബായിൽ പിന്നെ പൊതുവേ എവിടെ നിന്നാണെങ്കിലും ഫുഡ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ബിക്കോസ് ഇവിടുത്തെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ മാമേ. അതാണ് ഒന്നും പേടിക്കാനില്ല. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറയണം. അപ്പോൾ ഇവിടെ ക്വാളിറ്റിയുടെ കാര്യത്തിലെല്ലാം നല്ലതായിരിക്കും. ടേസ്റ്റ് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പക്ഷേ ഫുഡിൻ്റെ ക്വാളിറ്റി ദുബായിൽ എവിടെ നിന്ന് കഴിച്ചാലും അടിപൊളിയായിരിക്കും അല്ലേ? അമ്മാമ്മ കഴിച്ചാൽ നല്ലായിരുന്നില്ലേ? എന്താ കഴിച്ചാ? പൊന്നരിയുടെ ചോറും പായസവും. അതെ, അമ്മാമ്മ കുറേ ദിവസം ചോറ് കഴിക്കണമെന്ന് പറയണ്ടായിരുന്നു. ഇന്നലെ ഫുള്ള് അതെ. അതെ, അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ദുബായിൽ വന്നപ്പോൾ സന്തോഷമായത്. ഫുഡ് നമ്മളെ നാട്ടിലെ തന്നെ വേണമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിലേക്ക് കയറി നേരെ അമ്മാമ്മ ഗ്ലോബൽ വില്ലേജിലേക്ക് പോവാം. റെഡിയല്ലേ? ഇന്നും നമുക്ക് കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ റെഡിയാണോ? അമ്മ ഇന്ന് ഷൂ ഒക്കെ മേടിച്ച് സെറ്റായി അല്ലേ? അതെ, പുതിയ ഷൂ ഒക്കെ മേടിച്ച് നടക്കാൻ തയ്യാറായി വന്നിട്ട്. കഴിഞ്ഞ ദിവസം ഹീലായി പോയിട്ടത്, അത് കാരണം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം അമ്മയും തകർക്കും. നമ്മൾ ഇതിലാ പോണത്. അമ്മാമ്മ തല നോക്കണേ. അപ്പം അമ്മാമ്മേനെ ഇപ്രാവശ്യം നമ്മൾ ഫ്രണ്ടിൽ ഇരുത്തിയേക്കാണ്.
ഉറങ്ങുകയൊന്നും ചെയ്യരുത്. മുമ്പ് ഇരുന്ന് നല്ല എല്ലാ കാഴ്ചകളും കണ്ട് നല്ല കുട്ടിയായിട്ട് കാഴ്ചയൊക്കെ കണ്ടിരിക്കണം കേട്ടോ. ഓക്കെ, സാരിയൊക്കെ നല്ലോണം അകത്തോട്ട് വെക്ക്. പോവാ മാമേ. ഓക്കെ. അങ്ങനെ നമ്മളൊരു ഷോർട്ട് ഡ്രൈവിന് ശേഷം ആ മനോഹരമായ ആ ഒരു അത്ഭുത സ്ഥലമായ ദുബായിയുടെ തന്നെ വേറൊരു മെയിൻ ലാൻഡ്മാർക്കായ ഗ്ലോബൽ വില്ലേജിൻ്റെ ആ ഒരു റോയൽ എൻട്രൻസിൽ വന്ന് നിൽക്കുകയാണ്. അമ്മാമ്മയുടെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചപ്പോഴത്തേക്കും ലുക്കൊക്കെ മാറി. ആൻഡ് ഇതിൻ്റെ എൻട്രൻസ് ഇവിടെ നിന്നുള്ള കാണിച്ചു തരാം. അമ്മാമ്മ കണ്ടോ അവിടെ? ഇത് കണ്ടോ? ഈ കൊട്ടാരം പോലെ കാണുന്ന സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ്. അമ്മ ഇവിടെ വന്ന ഉടനെ അമ്മേനെ ആകർഷിച്ചത് അവിടേക്ക് വെച്ചേക്കണ ചെടികളാണ്. ഞാൻ വിചാരിച്ച അമ്മ ഭംഗി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അമ്മ ഇതായിരിക്കും. അമ്മ അതല്ല, സൈഡിൽ നിന്ന് ചെടികളാണ് അമ്മ ആദ്യം ശ്രദ്ധിച്ചത്. അമ്മ ചെടി പേഴ്സൺ അല്ലേ? ഇനി കാണാൻ കിടക്കണുള്ളൂ. ഇത് വെറും തുടക്കം മാത്രം. അതുപോലെ രഞ്ജിത്താനും ഫസ്റ്റ് ടൈമാണ് ഗ്ലോബൽ വില്ലേജിൽ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അവിടെ പോയി നിൽക്കാം. ഉണ്ണിയാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ എൻട്രൻസിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ശ്രുതി ചേച്ചിയും രഞ്ജിത്താനും കൂടി വീൽ ചെയർ നോക്കാനായിട്ട് പോയി അമ്മാമ്മയ്ക്ക്. അപ്പോൾ അമ്മാമ്മ ഇവിടെ ഇരിക്കുകയാണ്. അമ്മാമ്മയ്ക്ക് അപ്പോഴത്തേക്ക് ഞാൻ ഗ്ലോബൽ വില്ലേജിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ഈ ലോകത്തെ ദുബായിലേക്ക് എത്തിക്കുന്നു എന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഒരുപാട് രാജ്യത്തിൻ്റെ കൾച്ചർ, ഫുഡ്, കലാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അമ്മാമ്മയ്ക്ക് ഇതിൻ്റെ അകത്ത് കാണാം. ആ രാജ്യങ്ങളിൽ നേരിട്ട് പോകാണ്ട് തന്നെ ഇപ്പോൾ മൊറോക്കോയിൽ നിന്ന് ചൈനയിലേക്ക്, ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്കൊക്കെ അമ്മാമ്മക്ക് നടന്ന് കയറാം. മനസ്സിലായ? അതെ, അതാണ് ഞാൻ പറഞ്ഞ അമ്മാമ്മ ദുബായിൽ വന്ന ഒരുപാട് രാജ്യങ്ങളിൽ വന്ന ഫീല് കിട്ടുമെന്ന്. അതെ, 25 പരം ലോക റെക്കോർഡുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് അമ്മാമ്മ ഇപ്പോൾ കയറാൻ പോണത് കേട്ടോ. ഒരുപാട് സ്ഥലമുണ്ട്. ഒരു ദിവസം 40,000 പേരെ വരെ ഇവിടെ വിസിറ്റേഴ്സായിട്ട് 40,000 പേര് വരാറുണ്ട്. ആ, വീൽ ചെയർ എത്തിയല്ല, വണ്ടി അല്ല ആണോ? എല്ലാവരും എത്തി. അപ്പം അമ്മാമ്മയുടെ വണ്ടിയിലേക്ക് കയറിയിരുന്നു. ഇനി നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ മായിക ലോകത്തേക്ക് കിടക്കുകയാണ്. യെസ്, കമോൺ. ഇന്നത്തെ വീൽ ചെയർ അമ്മാമ്മയ്ക്ക് നല്ല കളറൊക്കെ ഉള്ള ചുമന്ന വീൽ ചെയറാണ് അല്ലേ? കാലൊക്കെ കയറ്റി വെച്ചോ അമ്മാമ്മ? കാല് കയറ്റി വെച്ചിരുന്നു. അപ്പം ഇന്ന് രഞ്ജിത്ത് മാമനെ ഏൽപ്പിച്ചേക്കാണ് അമ്മാമ്മയുടെ ട്രാൻസ്പോർട്ടേഷൻ ഡ്രൈവർ. ആ അതെ, ഡ്രൈവർ സ്പൾബർ. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള എൻട്രി ടിക്കറ്റ് ഓൺലൈനായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഉണ്ണിയാമ്മ ഓൺലൈൻ അല്ലേ നമ്മൾ ടിക്കറ്റ് എടുത്തത്? എത്രയായി ഒരാൾക്ക്? 25 ദിർഹംസ് ആണ്. 5 കൊല്ലം മുമ്പ് ഞാൻ വരുമ്പോൾ 15 ദിർഹംസ് ഉണ്ടായുള്ളൂ. ഇപ്പോൾ അവരത് 25 ദിർഹമാക്കി. എന്നാലും കുഴപ്പമില്ല, അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കത് വർത്തായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് നടക്കാം. അപ്പോൾ ഈ കാഴ്ച ഉണ്ടല്ലോ, ആക്ച്വലി ഇപ്പോൾ പകല് ഉള്ളത് ഇങ്ങനെയാണ്. പക്ഷെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ വേറെ ലുക്കാവും. ഈ സ്ഥലം തന്നെയാണ് നമ്മൾ പകല് കണ്ടതെന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും. അമ്മാമേ റെഡി അല്ലേ? വെൽക്കം ടു ഗ്ലോബൽ വില്ലേജ്. കയറാം. അമ്മാമക്ക് ഫ്രീയാ? ആ, അമ്മാമക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞവർക്കാണെന്ന് തോന്നുന്നു. ഉണ്ണിമാനോട് ചോദിക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് ഗ്ലോബൽ വില്ലേജിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഒരു രക്ഷയില്ല. പലവിധ രാജ്യങ്ങളുടെ പല ലാൻഡ് മാർക്സും. നമുക്കിത് ഇവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇവിടെ ഉണ്ട്. അതുപോലെ ബിഗ് ബെൻ, ലണ്ടനിലെ ആ ഒരു ബിഗ് ബെൻ നമുക്ക് കാണാം. അതിൻ്റെ ചുമന്ന ബസ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട്, പിന്നെ പല തരം സംഭവങ്ങളുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. മൊത്തത്തിൽ വല്ലാത്തൊരു അന്തരീക്ഷമാണ് നമ്മൾ കയറുമ്പോൾ തന്നെ. ഭയങ്കര അടിപൊളിയാണ്. കൊള്ളാമോ മാമേ? സൂപ്പർ. നമ്മളങ്ങനെ ഗ്ലോബൽ വില്ലേജ് എൻ്റർ ആയി. അപ്പോൾ ഇവിടെ ഒരുപാട് രാജ്യങ്ങളുടെ പവലിയൻ ഉണ്ടെന്ന് ഞാൻ അമ്മാമ്മേനോട് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മളിനി ഒരറ്റത്തുനിന്ന് കാഴ്ചകൾ കണ്ടു തുടങ്ങുകയാണ്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ പവലിയൻ ആദ്യം കാണണം അമ്മാമ്മയ്ക്ക്? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ. നമ്മുടെ രാജ്യത്തിൻ്റെ. അതെ, അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും ഒരുപോലെ തന്നെ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ പറഞ്ഞത് ആദ്യം ഇന്ത്യ കാണണമെന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ പവലിയനിലേക്ക് പോകാം. എങ്ങനെയുണ്ട് ഇവിടെ കയറി ഇങ്ങനെ കണ്ടിട്ട് അമ്മാമ്മയ്ക്ക് എന്ത് തോന്നണ്? എല്ലാം കണ്ടിട്ട് സന്തോഷം തന്നെ. അടിപൊളിയല്ലേ? പിന്നെ ഇന്ന് അമ്മാമ്മേനെ തായ്ലൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ വരും. സ്റ്റേ ട്യൂൺഡ്. അപ്പം അമ്മ ഫസ്റ്റ് ടൈം അല്ലേ ഗ്ലോബൽ വില്ലേജിൽ? എങ്ങനെയുണ്ട്? നല്ല സന്തോഷം തോന്നുന്നു. സ്ഥലം എങ്ങനെയുണ്ട്? കാണാൻ എക്സൈറ്റഡ്.
അപ്പോൾ ഇന്ത്യൻ പവലിയനിലേക്ക് പോവാം അല്ലേ? അങ്ങനെ നമ്മൾ നടന്ന് അമ്മാമ്മ കാണാൻ ആഗ്രഹിച്ച ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പവലിയനിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നോക്കിയാൽ തന്നെ ഇന്ത്യൻ ചാട്ട് ബസാർ എന്ന് പറഞ്ഞ ഒരു ബസാറാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്സ് വിൽക്കുന്ന കടകളാണ്. ഇത് കണ്ടാ മാമേ, ഈ ഇടതുവശത്ത് കണ്ടാ, ഇതാണ് ഇന്ത്യൻ ചാട്ട് ബസാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് കിട്ടണ ഈ പാനിപൂരി അങ്ങനത്തെ ഇതൊക്കെ സ്ട്രീറ്റ് ഫുഡില്ലേ ഇന്ത്യയുടെ, അതൊക്കെയാണ് അവർ ഈ കാണുന്ന ഈ സ്ഥലത്ത് കൊടുക്കുന്നത്. ലെബനോനി റൊട്ടി കിട്ടുമോ നോക്കണം. നമ്മൾ സൗദി വെച്ച് തിന്നണ ലെബനോൻ്റെ ഒരു ഇതുണ്ട്, പൗലിയനുണ്ട്. അത് വേണം അമ്മയ്ക്ക്, ലെബനോനി റൊട്ടി. അത് നമുക്ക് ഇഷ്ടമാണല്ലേ? ഞാൻ മിസ് ചെയ്യണ സാധനം മേടിച്ചു തരാം. അമ്മാമ്മക്ക് വേണം ലെബനോനി റൊട്ടി വേണോ നമ്മക്ക്? ഞങ്ങൾ സൗദി വെച്ച് കഴിക്കുമായിരുന്നു. ആണോ? ശ്രീദേവി മേടിക്കണമെങ്കിൽ തിന്നും, അത്രേ. ഓക്കെ, ഞാൻ എന്ത് കഴിക്കണം അത് അമ്മയും കഴിക്കും. അമ്മ എന്ത് പറയണോ അതാണ് അമ്മാമ്മയ്ക്ക്. നമുക്ക് ഇന്ത്യയുടെ അകത്തേക്ക് പോവാം, ഇന്ത്യയുടെ അകത്തേക്ക്. പോകാം. അപ്പോൾ ഇന്ത്യൻ പവലിയൻ്റെ അകത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഒരുപാട് പേര് അവിടെ മലയാളികളൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നമുക്ക് ഇന്ത്യൻ പവലിയൻ ആദ്യം കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് മലയാളീസ് ഒത്തിരി പേരുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇന്ത്യൻ പവലിയനിലൂടെ അമ്മാമ്മ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നടുക്കുള്ള സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ കൂടുതലും തുണിക്കടകളാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഡ്രസ്സുകളും അങ്ങനത്തെ ഇങ്ങനത്തെ. പിന്നെ ഈ സെൻട്രലായിട്ട് ഒത്തിരി കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഇന്ത്യൻ സ്പെഷ്യാലിറ്റി ഫുഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഇങ്ങോട്ട് കയറിയപ്പോൾ മൊത്തത്തിൽ ശാന്തതയുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള പവലിയൻസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ പവലിയൻ നല്ല വലുതാണ് കേട്ടോ. ഏറ്റവും വലിയ പവലിയനുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ പവലിയൻ. അമ്മേ, എങ്ങനെയുണ്ട് ഇന്ത്യൻ പവലിയൻ? നമുക്ക് ഇഷ്ടമായി. നമുക്ക് പിന്നെ ഡ്രസ്സും ചെരുപ്പും ഇവിടെ കണ്ടാലും ഈ ഭാഗത്തുള്ളൊക്കെ അടൂർ ഭാഗത്ത് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മൺചട്ടി ഇങ്ങനെ ഇതൊക്കെ. അതാണോ ഇത്? ഇവിടെ ഈ ഇരിക്കുന്ന മൺചട്ടികളൊക്കെ അടൂർ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നാണെന്നാണ് അമ്മ പറയുന്നത്. ഇവിടെ എവിടെ കൊണ്ടുവന്നെന്ന് അറിയില്ല. ഞാൻ അടൂർ ഭാഗത്തെ ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. നോൺ സ്റ്റിക്ക് മാതൃക റീൽസിലുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അതാണെന്ന് തോന്നുന്നു. പക്ഷെ കൊള്ളാട്ടോ, കാണാൻ നല്ല രസമുണ്ട് സംഭവം. ഏതാമേ? അമ്മ അതിലൊരു കറുത്ത ചട്ടി കണ്ട് ഇഷ്ടപ്പെട്ട ആ ചേച്ചിനോട് ചോദിച്ചൊന്ന് എടുത്ത് കാണിക്കുന്നു. 140 ദിർഹം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടമ്മ? എന്താണെന്നറിയില്ല. 140 ദിർഹം തന്നെയാമ്മ ഈ സാധനത്തിന്. അങ്ങനെ ഇന്ത്യയുടെ പവലിയനിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ആക്ച്വലി സമയം ഇങ്ങനെ ഇരുട്ടി വൈകുന്തോറും നല്ല തണുത്ത കാറ്റും എന്താ പറയുക, നല്ലൊരു തണുപ്പൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ നല്ല അന്തരീക്ഷമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ആൻഡ് തിരക്കും കൂടി വരുന്നുണ്ട് വൈകുന്നേരം ആവും തോറും. പക്ഷേ കമ്പാരിറ്റീവ്ലി പൊതുവേ ഗ്ലോബൽ വില്ലേജിൽ ആൾക്കാർ വരുന്ന ഒരു പീക്ക് ടൈം ഒരു ജാനുവരി ഫെബ്രുവരി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തിരക്ക് കുറവാണ്. ഞാൻ ആക്ച്വലി 2020 ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ വന്നപ്പോൾ ലാസ്റ്റ് കയറി കണ്ട സ്ഥലമായിരുന്നു ഇറാൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് കണ്ടത് ഇറാനായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ഇറാനിലെ ആവശ്യത്തിന് സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തതായിട്ട് ഇറാൻ്റെ പവലിയനിലേക്ക് നമ്മൾ കയറുവാണ്. ഇതുണ്ടോ, ഇറാൻ്റെ പവലിയൻ്റെ ഭംഗി ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ലൈറ്റ്സ് ഒന്നും ഫുള്ളായിട്ട് ഓൺ ആയിട്ടില്ല, ഒരു ഇച്ചിരി കൂടി കഴിയും അത് ഓണാവാനായിട്ട്. അപ്പോൾ ഇറാൻ്റെ ആ മനോഹരമായ പവലിയൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. ഇറാൻ്റെ പവലിയൻ്റെ അകത്താണ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര കിടിലാണ്. ആൻഡ് ഇറാൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാർപ്പറ്റുകളാണ്. അതുകൊണ്ട് ആ കടയുടെ അകത്തൊരു വലിയ കാർപ്പറ്റൊക്കെ ഇട്ടേക്ക് നോക്കി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർപ്പറ്റ്സും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഇവിടെ ആക്ച്വലി ഒരു സ്റ്റോറിൽ അമ്മ പലവിധം ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടിട്ട് അമ്മയുടെ കണ്ണതിൽ ഉടക്കി. എന്താ അമ്മ? അല്ല, എന്തൊക്കെ ഏതിൻ്റെയൊക്കെ വിത്തുകളാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അതൊക്കെ കണ്ടു ചോദിച്ചവന് അതൊക്കെ പലവിധ വിത്തുകൾ. ദീസ് ആർ സീഡ്സ് ബ്രദർ. ദ ഫസ്റ്റ് യാ സൺഫ്ലവർ. അത് സൂര്യകാന്തിയുടെ ഇതാണ്, സീഡ്സ് ആണ്. എന്താ അമ്മ? അവിടെയുള്ള സൺഫ്ലവർ വിത്തുകൾ ചെറുതാണ്. പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ ഇത് വേണമെങ്കിൽ ഏതെങ്കിലും നോ താങ്ക് യു, ജസ്റ്റ് ആസ്കിങ്. ഇത് ഫിഗ് അല്ലേ? അത് വേണേൽ കഴിച്ചു നോക്കാം നമ്മ. അത് കുഴപ്പമില്ല, വേണം ഒരെണ്ണം കഴിച്ചു നോക്കാം. അത് വേറെ ഉണ്ട്. 1 മിനിറ്റ് ബ്രദർ. താങ്ക് യു. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വന്നിട്ട് ഞാൻ കഴിച്ചു നോട്ടെ. ദിസ് വൺ ഇസ് വാട്ട് ബ്രദർ? ഫിഗ്. അത്തിപ്പഴമാണ്. കൊള്ളാം. How much is this one? This is 1 kg 120. 1 kg 1 kg. 120 ദിർഹമാണ് ഒരു കിലോയ്ക്ക്. 120. കൊള്ളാല്ലേ? വേണോ? വേണം മേടിച്ചോ. ഇവിടെ ആക്ച്വലി പലവിധ സിറപ്പുകൾ കിട്ടുന്ന
ഒരു കടയുണ്ട്. ചേച്ചി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നമ്മളോട്. ഇതെന്താ ഉണ്ണിയാവാ? സാഫ്രോണ്ടേ സാഫ്രോണിൻ്റെ സിറപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കൊള്ളാട്ടാ. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ കുപ്പി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കുപ്പിയിൽ നമുക്ക് മേടിച്ചിട്ടുണ്ട്. എത്ര ദിർഹം ചോദിച്ചോണ്ടിയാവാ? 40 ദിർഹം. 40 ദിർഹമാണ് ആ ഒരു കുപ്പിക്ക് വരുന്നത്. സംഭവം കൊള്ളാട്ടോ. അമ്മേ, സാഫ്രോൺ സിറപ്പ് കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് അമ്മാമ്മക്കും കൊടുക്കും. വെറുതെ കുടിച്ചു നോക്കാം അമ്മാമ്മേ. അമ്മക്ക് ഇഷ്ടം കുടിച്ചു നോക്ക്. അമ്മാമ്മ കിട്ടണതെല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടുത്തതായിട്ട് എനിക്ക് പേഴ്സണലി കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച പവലിയൻ, ചൈനയുടെ പവലിയനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു റെഡിഷ് തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളി. അതിൻ്റെ എൻട്രൻസ് തന്നെ ഒന്നും പറയാനില്ല കേട്ടോ, കിടിലൻ ഫീലാണ്. അടുത്തതായി അമ്മാമ്മ രാജകീയമായിട്ട് ചൈനയിലേക്ക് ആഗതയാവുകയാണ്. വെൽക്കം ടു ചൈന അമ്മാമ്മ. ചൈനയിലേക്കാണ് കയറുന്നത് കേട്ടോ നമ്മൾ. വന്നോളൂ. അങ്ങനെ മനോഹരമായിട്ടുള്ള ചൈനയുടെ പവലിയനിലേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ്. കയറുമ്പോൾ ഫസ്റ്റ് കാണുന്ന കാഴ്ച ബെല്ലടിയാണല്ലോ കേൾക്കുന്നത്. അതെന്താണ്? വണ്ടി പോണ അവിടെ എന്തോ സ്വീറ്റ് ഷോപ്പിൽ നിന്നുള്ള ബെല്ലടിയാണ് നമ്മളെ കേട്ടോണ്ടിരിക്കുന്നത്. നല്ല തിരക്ക് കേട്ടോ. ചൈനയുടെ പവലിയനിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ ഇനി സാധനങ്ങൾക്ക് വിലക്കുറവായതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര തിരക്ക്. ഇവിടെ ചൈനയുടെ പവലിയനിൽ നമുക്ക് ഈ വക സാധനങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഫേസിൽ നമുക്ക് കാറ്റ് കൊള്ളാൻ പറ്റുന്നത്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ നേരെ പിടിച്ച് കഴിഞ്ഞാൽ കാറ്റ് കൊള്ളാം. അപ്പോൾ ഇതുപോലത്തെ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നുണ്ട് ഇങ്ങനത്തെ ഈ കളിപ്പാട്ടങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള. അമ്മ പറയണായിരുന്നു ഇങ്ങനത്തെ ഒരു കട കണ്ടിട്ട് ഇത് നമ്മുടെ ഇടപ്പള്ളിയിലൊക്കെ ഉള്ള കട പോലെ ഉണ്ടെന്ന്. അല്ലേ? ടോയ്സ് ഉണ്ട്. ഇത് മറ്റേ വാളാണ് കേട്ടോ, കട്ടാന. നമ്മളിപ്പോൾ ചൈനയിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷെ നമ്മൾ നേരത്തെ കയറിയ ഇന്ത്യയുടെ രാത്രി ആയപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ആ ഇന്ത്യയും ഇറാനും ഒക്കെ നിൽക്കണമൊക്കെ എന്ത് ഭംഗിയാണെന്നുണ്ടോ. അതായത് വെറുതെ ലൈറ്റുകൾ കൊടുത്തേക്കല്ലേ, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ഇതിൻ്റെയൊക്കെ ലൈറ്റിങ് ചെയ്തിട്ടുള്ളത്. അത് കണ്ടു നിൽക്കൽ തന്നെ ഭയങ്കര ഒരു കാഴ്ചയാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ലെബനോൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് കയറണം. അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു ലെബനോനിൽ കയറണം. ലെബനോനിൽ റൊട്ടി കിട്ടുവാണെങ്കിൽ മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലെബനോൻ റൊട്ടി ഇവിടെ കിട്ടുമെന്നുള്ളത് അറിയില്ല, ഉണ്ടാവുമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. പക്ഷേ കൊള്ളാട്ടോ, നല്ല ആംബിയൻസ്. കയറി വരുമ്പോൾ തന്നെ ഇതുണ്ടോ, നമുക്ക് നല്ല കിടിലൻ ആംബിയൻസിൽ സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. പിന്നെ എല്ലാ സ്ഥലത്തും ഫുഡിൻ്റെ ഒരു മെയിൻ സ്ഥലമുണ്ട്. അതായത് ഫുഡ് ഐറ്റംസ്, ഈ ഡ്രൈ ഫ്രൂട്ട്സും അല്ലാത്തൊക്കെ ആയിട്ട്. പിന്നെ എല്ലാ പവലിയനിലും അവരുടേതായ ഓതൻറ്റിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ. ലെബനോനിലെ മൊത്തത്തിൽ തിളങ്ങുന്ന ഒരുപാട് ചെരുപ്പുകളുടെ കട. എന്താ തോന്നണം അമ്മേ? തിളങ്ങണ ചെരുപ്പാണോ? നാട്ടിലെ ചെരുപ്പ് മതി, തിളങ്ങണ വേണ്ട. ഓക്കെ, വിലയൊക്കെ ഉണ്ടാവും. അമ്മാമ്മേ, ലെബനോൻ എങ്ങനെയുണ്ട്? ലെബനോൻ ഇഷ്ടമായാ? ആൾക്കാർ തന്നെയൊക്കെ മേടിച്ച് കഴിക്കണുണ്ടോ അമ്മാമ്മ സാമ്പിളൊക്കെ? വാ പോവാൻ നോക്ക്. തലയിറങ്ങണമെന്ന് വരുമൊന്നുമില്ല. അങ്ങനെ അമ്മാമ്മേനെ വണ്ടിയിൽ നിന്നൊന്ന് എണീപ്പിച്ചു. നമ്മൾ കുറച്ചു നേരം നടന്നിട്ടോ. ആക്ച്വലി 1-2 പേരെ നമ്മളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ഇവിടെ വെച്ച് കണ്ടു. ഞാൻ അവർ വന്നപ്പോഴത്തേക്കും വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളോട് സംസാരിച്ചിട്ട് പോയി. അതെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് വീഡിയോസൊക്കെ ഷൂട്ടിങ് നടക്കുകയാണ്, അതൊക്കെ വരും. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടു. ഇനി ആരെങ്കിലും കാണാമെങ്കിൽ എടുക്കാം. അപ്പോൾ അമ്മാമ്മ എങ്ങനെയുണ്ട് നടന്നിട്ട്? കാര്യം അമ്മാമ്മ കുറേ നേരം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് എന്താ അമ്മാമ്മ? അതെ, അപ്പൊ തണുത്ത കാറ്റുകൊണ്ട് അമ്മാമ്മക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു നിൽക്കണം. അപ്പൊ അമ്മേനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാം കേട്ടാ. അതെ, വണ്ടി വന്നു കയറിക്കാം അമ്മാമ്മ, വണ്ടിയിലേക്ക് ഇരുന്നു. പൈസ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ വളരെയധികം കാണണമെന്ന് കാത്തിരുന്ന മറ്റൊരു സ്ഥലമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നമ്മളുടെ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അതേ രൂപം ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് സ്ട്രീറ്റ് ഫുഡ് കഴിക്കണം നമുക്ക്. കമോൺ. തായ്ലൻഡിൻ്റെ പവലിയനിലെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. കറക്റ്റ് തായ്ലൻഡ് എത്തിയ പോലെ തന്നെ ഉണ്ട് ഇവിടെ. രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. ഒത്തിരി കിടിലൻ തായ് ഫുഡ് കിട്ടും. അമ്മാമ്മേ, തായ് ഫുഡൊക്കെ കിട്ടും കേട്ടോ ഇവിടെ. തായ് ഫുഡ് നമുക്ക് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഞാൻ എന്തായാലും മേടിച്ചു തരാം. നോക്കട്ടെ ഇവിടെ എന്തൊക്കെയാണെന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് സ്ക്വിഡും ഒക്ടോപ്പസും ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കണം. പ്രോൺസ് ഉണ്ട്. എല്ലാ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ എന്തെങ്കിലും ഒന്ന് മേടിച്ച് നോക്കാം നമുക്ക്.
സത്യം പറഞ്ഞാൽ ഈ തായ്ലൻഡിൻ്റെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരുപാടധികം ഉണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാ കടയും ഒന്ന് തപ്പി നോക്കിയിട്ടേ എന്നിട്ട് തീരുമാനിക്കാം. അമ്മാമ്മേ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പോയിട്ട് വരാം. ഏതൊക്കെ കടയിൽ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. തായ്ലൻഡിൻ്റെ മെയിൻ സാധനം കിട്ടുന്ന ഒരു കടയുടെ ഫ്രണ്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെയാണ് മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടുന്നത് കേട്ടോ. മാംഗോ സ്റ്റിക്കി റൈസ് ഭയങ്കര തായ്ലൻഡുകാരുടെ ഫേവറേറ്റാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് തായ്ലൻഡിൽ പോകുന്ന ആൾക്കാരും ഭയങ്കര ഫേവറേറ്റായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ സാധനമായിട്ട് നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ ഇത് വിത്ത് കോക്കനട്ട് മിൽക്ക് ഉണ്ട്, ഐസ്ക്രീം ഒക്കെ ആയിട്ടുണ്ടല്ലോ. നോർമൽ മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടൂല്ലേ, അത് ചോദിക്കാം. അങ്ങനെയാണ് അതൊരെണ്ണം ഓർഡർ ചെയ്യാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ സാധനം കിട്ടി. അപ്പോൾ ഇതാണ് മാംഗോ സ്റ്റിക്കി റൈസ് കേട്ടോ. ഇനി അമ്മാമേനെ കൂടി വിളിച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ തായ്ലൻഡുകാരുടെ ഫേവറേറ്റ് സാധനം മാംഗോ സ്റ്റിക്കി റൈസ് നമ്മൾ അമ്മാമ്മയായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അമ്മാമ്മേ, തായ്ലൻഡുകാരുടെ ഭയങ്കര പ്രധാനപ്പെട്ടവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണിത്. മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറയും. അതായത് മാംഗോയും ചോറും, മാങ്ങാച്ചോറ്, തേങ്ങാച്ചോറെന്ന് പറയുമല്ലോ നമ്മൾ, അതുപോലെ മാങ്ങാച്ചോറ് കുറച്ചെടുത്ത് കഴിച്ചു നോക്കി. ഞാനിത് ആദ്യമായിട്ട് കഴിക്കണം. പലതവണ തായ്ലൻഡിൽ പോയിട്ടുണ്ടെങ്കിലും കഴിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല. ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ, വെളുത്ത കളറ്. തേങ്ങാപ്പാലൊഴിച്ച കഞ്ഞി കുടിക്കുന്ന ടേസ്റ്റ്, അടിപൊളി സാധനം. അമ്മാമ മധുരമുണ്ട്, കുറച്ചുണ്ട്. കഴിച്ചോ, ഞാൻ കോരിത്തരാം. മാംഗോ സ്റ്റിക്കി കഴിച്ചോ. മാമ പ്രസാദം കഴിക്കണ പോലെ കഴിച്ചു. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ആ, പായസം പോലെ ഉണ്ടല്ലേ, നമ്മുടെ കഞ്ഞി പോലെ. ഒരു മാങ്ങ കഴിക്കും. അമ്മ ഇപ്പുറം വരൂ, ഇവിടം വരൂ. പഴുത്ത മാങ്ങയും ഇച്ചിരി വേകാത്ത ചോറും അല്ലേ, തേങ്ങാപ്പാലും. കൊള്ളാം അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഞാൻ മാങ്ങ ഒന്ന് കഴിച്ചോണ്ടേ. മാങ്ങയും കൂടി ചേർത്താണ് കഴിക്കണ്ടേ. സാധനം കൊള്ളാട്ടോ, ഞാൻ പ്രതീക്ഷിച്ചാലും കൊള്ളാം. ഒന്ന് ഞാൻ കഴിച്ചു നോക്കാം, എല്ലാവരും കഴിച്ചു നോക്കും. പഴുത്ത മാങ്ങ, തേങ്ങാപ്പാല്, ഒരു അവിടെ ഒരു ചുമന്ന ചോറും, നല്ല രസമുണ്ട്. അതായത് അമ്മയും കൂടി ഇതിൻ്റെ റെസിപ്പി വരെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി വീട്ടിലിനി മാംഗോ സ്റ്റിക്കി റൈസാണ് ഞങ്ങൾക്ക്. ഈ കാണുന്ന നടന്ന് ഞാൻ ഒരു സാധനം കൂടി ഓർഡർ ചെയ്തു, 2 സാധനങ്ങൾ. ആക്ച്വലി ഇവിടെ ഗ്രിൽഡ് സ്ക്വിഡ്, ഗ്രിൽഡ് ഷ്രിമ്പ് ഉണ്ട്. 30 ദിർഹം വെച്ചിട്ട് 2 സ്റ്റിക്ക് കിട്ടും. അതും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ 85 ആണ് നമ്പർ. അപ്പോൾ അതും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ് ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 1.5 വർഷം മുമ്പാണ് ലാസ്റ്റ് ടൈം തായ്ലൻഡിൽ പോയത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ആക്രാന്തം വരും ഇതിനോടൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കാം. അവർ കൂടെയുള്ളവർ അമ്മയൊക്കെ ഇത് കഴിക്കുമെന്ന് അറിയില്ല. എന്തായാലും അമ്മേനെ മാമേനെ കൊണ്ട് കാണിച്ചു നോക്കാം. ഉണ്ണിമാൻ പറയുന്നുണ്ട് ഐസ് ഫുഡൊന്നും കഴിക്കില്ല എന്ന്. നമുക്ക് ചോദിച്ചു നോക്കാം എന്തായാലും. അപ്പോൾ നമ്മുടെ സാധനം അവർ റെഡിയാക്കിയിട്ടുണ്ടേ. അപ്പോൾ അവരുടെ വേവിനാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ വേവ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വേവിന് അത് വേവിച്ച് കട്ട് ചെയ്ത് തരികയാണ്. നമ്മുടെ നല്ല ലെമണൊക്കെ സ്ക്വീസ് ചെയ്ത് സാധനം തരികയാണ്. തായ് സ്റ്റൈലാണ് കേട്ടോ. സോസ് അതിൻ്റെ പുറത്ത് ഒഴിപ്പിക്കണോ? ഞാൻ വേണ്ടല്ല, മുക്കി കഴിക്കാം അല്ലേ? അവന്മാരുടെ അടുത്ത് ആ സ്റ്റിക്ക് ചോദിക്കോ, സ്റ്റിക്ക്. ക്യാൻ യു ഹാവ് ടു മോർ? ഓക്കെ, അപ്പോൾ നമുക്ക് സാധനം കിട്ടി. അപ്പോൾ ഇതിനി അമ്മാമ്മേനെ കൊണ്ട് കാണിച്ചു നോക്കാം. കഴിക്കില്ല എന്നൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് തായ് സ്റ്റൈലാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു നോക്കാം. ഒക്ടോപ്പസ് ഇല്ല ഇതിൽ, സ്ക്വിഡും പ്രോൺസും മാത്രമല്ല. ഞാൻ ഒക്ടോപ്പസ് മേടിച്ചില്ല, എല്ലാവരും കഴിക്കാത്തതുകൊണ്ടേ. അമ്മാമ്മ ഇതെന്താ സാധനം നോക്കിയേ. അമ്മാമ്മ കൂന്തലും ചെമ്മീനും കഴിക്കുക? കൂന്തൽ കഴിക്കൂല, ചെമ്മീൻ എനിക്ക് പിടിക്കൂല, അലർജിയാണ്. ചെമ്മീൻ 1 or 2 കഴിക്കാം, ബാക്കി നിങ്ങൾ കഴിച്ചോ. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്ക്. കഴിച്ചു നോക്കാം അമ്മാമ്മ. ചെറിയ ചൂടുണ്ട്. ചൂടോടെ കഴിച്ചോ അമ്മാമ്മ, അതാ നല്ലത്. കടിച്ചോ, വായിൽ വെച്ചോ. ഈ വാലിപ്പ പിടിച്ചോ. ഇത് കഴിക്കാനുള്ളതല്ല. ഏതാ വാല്? കടിച്ചു കഴിച്ചോ. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതല്ലേ? നമുക്ക് തായ്ലൻഡിൽ ഒരു പ്രാവശ്യം നേരിട്ട് പോയി കഴിക്കാം. അങ്ങനെ പതുക്കെ കഴിക്കാം. അമ്മേൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ, നമുക്ക് കഴിക്കാം ഇനി. എങ്ങനെയുണ്ട്?
കൂന്തൽ റോസ്റ്റും എൻ്റെ കൂന്തൽ വറുത്തൊക്കെ എനിക്കിഷ്ടം. ഇത് നമുക്ക് ഇഷ്ടമില്ല. വെറുതെ ഉപ്പ് മാത്രം. പിന്നെ ഇതിനകത്ത് നാരങ്ങയും എന്തൊക്കെയോ ടേസ്റ്റ്. കുറച്ചുകൂടെയൊക്കെ ഫ്ലേവർ ആണോ അല്ലേ? തായ്ലൻഡിലൊക്കെ എങ്ങനെ? അങ്ങനെ ശീലിച്ചോണ്ടാവാം. ഇത് അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. സോസിൽ മുക്കിയാണ് കഴിക്കേണ്ടത്. നമ്മൾ സോസിൽ മുക്കണം. സോസിൽ മുക്കി കഴിക്കണതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ്. അവന്മാർ ഒരുപാട് ഫ്ലേവേഴ്സ് ഒന്നും ഇടില്ല, പക്ഷേ സോസിന് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. സോസ് മുക്കി കഴിച്ചാൽ സെറ്റാണ്. അടുത്തായിട്ട് സോസിൽ മുക്കി പ്രോൺസ് ഒന്ന് കഴിച്ചോണ്ടേ. നൈസാന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ അതെ ആൻറ്റി, നമ്മൾ മിസ്സാണ്. അതെയാ, സന്തോഷം. എല്ലാവരും ഉണ്ടോ? ആ ഹായ്. എവിടെ? നാട്ടിലെവിടെ ആൻറ്റി? തൃശ്ശൂരാണല്ലേ? ആഹാ. ഇവിടെ ജോലിയാണോ? അബുദാബിയിലുണ്ടല്ലേ? ഓക്കെ, എന്തായാലും ആ സന്തോഷം. ഓ സംസാരിക്കാം. പിന്നെന്താ വീഡിയോയിൽ കാണിക്കാല്ലേ? വീഡിയോയിൽ വരും കേട്ടോ. ഓ സന്തോഷം, താങ്ക് യു. ശരി ശരി. അപ്പോൾ നമുക്ക് പ്രോൺസ് സോസിൽ മുക്കിയത്. അതെ അതെ അതെ, നമ്മുടെ നാട്ടുകാരെ എവിടെ പോയാലും ഉണ്ടല്ലോ. അപ്പോൾ പ്രോൺസ് കഴിച്ച് നോക്കാം. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. കുറച്ചൊരു കട്ടിയുണ്ട്, എന്നാലും കൊള്ളാം. അങ്ങനെ നമ്മൾ തായ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇവിടുത്തെ റൈഡ്സ് ഒക്കെ ഉള്ളല്ലേ, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളും കൂടി ക്വിക്കായിട്ട് നമുക്കൊന്ന് കാണാം. ഇപ്പം തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ ആകാശത്ത് കിടന്ന് മുറവിളി കൂട്ടുന്നത് ഇത് മനുഷ്യരാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് മൊത്തം ആ ലൈറ്റ് കാണുന്ന മൊത്തം മനുഷ്യരാണ്. ഇത് കണ്ട എത്ര ഹൈറ്റിലാണിട്ട് കറക്കണേന്ന് നോക്കിയാൽ എൻ്റെ പൊന്നെ. അത് അവിടെ കിടന്ന് മനുഷ്യർ മരണവിളി വിളിച്ചുകൊണ്ടിരിക്കണം, എനിക്കിവിടെ കേൾക്കാം. അമ്മാമ്മേ, ഇനി ഇവിടെ മുഴുവൻ മനുഷ്യനെ ആകാശത്തൊക്കെ ഇട്ട് കറക്കണം. നമ്മുടെ വീഗാലാൻഡിലൊക്കെ പോലത്തെ സാധനങ്ങളില്ലേ, അതൊക്കെ കാണാട്ടാ. അങ്ങനത്തെ എന്താ അമ്മ പറഞ്ഞത്? കറങ്ങി അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങി ഇനി അതിനിയും പിന്നെയും കറങ്ങും. അമ്മമ്മക്ക് കയറണം അതിൻ്റെ അകത്ത്. അയ്യോ എൻ്റെ ദൈവമേ, എനിക്ക് കയറണ്ട. വേണ്ടേ? അമ്മമ്മനെ കയറ്റാൻ പറ്റിയ വല്ലതും ഉണ്ടാന്ന് നോക്കട്ടെ. എങ്ങും കയറണ്ട, കണ്ടാ മാത്രം മതി. എന്നാവാ. നമ്മള് ജപ്പാന്റെ പവലിയനിൽ വന്നേക്കണ്ട്. ഇവിടെ ജാപ്പനീസ് ഡാൻസ് നടക്കുവാണ്. അമ്മാമേ, ജപ്പാൻ പെൺകുട്ടികളുടെ നൃത്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ? നല്ല രസമുണ്ട് അവരുടെ ഡാൻസ്. അവരുടെ വിഷറി ഉണ്ട്, അത് ജാപ്പനീസ് സ്പെഷ്യൽ വിഷറിയാണത്. നല്ല രസമുണ്ട് കാണാൻ. കൊള്ളാല്ലേ? അങ്ങനെ നമ്മൾ ജപ്പാൻ പവലിയനിൽ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക്. അടുത്തായിട്ട് നമ്മൾ വളരെ പ്രൗഢമായിട്ട് നിൽക്കുന്ന റഷ്യയുടെ മനോഹരമായ പവലിയൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ നല്ല ഗംഭീരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ റഷ്യയിലേക്ക് കയറുന്ന ഈ ഒരു അവസരത്തിൽ നമ്മളുടെ മെയിൻ ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ള സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ ഒരു യാത്ര യാഥാർത്ഥ്യമാക്കി തന്നതിൽ. അപ്പോൾ നിങ്ങൾക്ക് അബ്രോഡ് സ്റ്റഡീസിൻ്റെ എന്ത് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിലും സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ MBBS, നഴ്സിംഗ് പോലെയുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ, അതായത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ അതുപോലെ UK മറ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണലിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 15 വർഷത്തിനും ഇത് എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് സ്റ്റഡി ലിങ്ക്സിൻ്റെ. അതുപോലെ കൊച്ചിയിലാണ് ഹെഡ് ഓഫീസ് വരുന്നത്. 9ഓളം ബ്രാഞ്ചുകൾ ട്രിവാൻഡ്രം തുടങ്ങി മംഗലാപുരം വരെ അവർക്കുണ്ട്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണൽ. റഷ്യയുടെ പവലിയൻ്റെ ഉൾഭാഗം നല്ല വെളിച്ചത്താൽ നിറഞ്ഞ് നിൽക്കുന്നതാണ്. പലവിധ സാധനങ്ങൾ, പിന്നെ അതേ റഷ്യക്കാർ വെക്കുന്ന ടൈപ്പ് തൊപ്പികളൊക്കെ അവിടെ ഒരു കടയിൽ കാണാം കേട്ടോ. കുറേ ടൈപ്പ് തൊപ്പികളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. മൊത്തത്തിലാകെ വൈവാണ്. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഈ പവലിയൻസ് ഒക്കെ കണ്ടിട്ട് എവിടെയൊക്കെ കയറണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ആണല്ലേ? ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സിറിയ ഇതെല്ലാം കാണാനുണ്ട്. എവിടെയൊക്കെ കയറുമല്ലോ നമ്മൾ ഒരു ദിവസം കൊണ്ട്. അതാണ് പ്രശ്നം. ഒരു ദിവസം പോരാ ഇത് കാണാൻ. ഒരു ദിവസം കൂടി വരണോ? ഒരു ദിവസം കൂടി വന്നാൽ കൊള്ളായിരുന്നു. അമ്മാമ്മേ, റഷ്യയിലെത്തി നിൽക്കുകയാണ്. ഏതൊക്കെ രാജ്യങ്ങളുണ്ടല്ലേ അമ്മാമ്മ ഇന്ന്? ഒരുപാട് രാജ്യങ്ങളുണ്ട്. എന്ത് തോന്നണം? നല്ല സന്തോഷം തോന്നണം. ഉണ്ണിയാമ്മ, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നേ ഗ്ലോബൽ വില്ലേജ് ഒരു മിനിമം 2 ദിവസത്തെ പരിപാടിയാണ്. ശരിയാണ്. ഒറ്റ ദിവസം കൊണ്ട് നടക്കൂലല്ലോ. ഒരു സൈഡൊക്കെ നടക്കുള്ളൂ.
കാര്യം നമുക്ക് ഓരോ പവലിയൻ കാണുമ്പോഴും ഇവിടെ എല്ലാം കയറാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഓരോ സ്ഥലത്ത് നമ്മൾ കയറുമ്പോഴും വിചാരിക്കുന്നതിലും കൂടുതൽ സമയം പോകും. മോർണിംഗിലൊരു വ്യൂ, നൈറ്റിലൊരു വേറൊരു വ്യൂ ആണ്. അതെ, പക്ഷെ ലൈറ്റ് കൂടി വന്നിട്ടില്ലേ? ഇപ്പോൾ നന്നായിട്ട് കൂടി. ബൈ ദ വേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആഫ്രിക്കൻ പവലിയൻ്റെ താഴെയാണ് കേട്ടോ. ആഫ്രിക്കൻ പവലിയൻ്റെ താഴെയാണ്. അപ്പോൾ ഇതും കൂടി കയറി കണ്ടിട്ട് പയ്യെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എല്ലാവരും ടയർഡായി തുടങ്ങി. അമ്മ ഇന്നെന്തായാലും ഷൂ ഒക്കെ ഇട്ടിറങ്ങിയോണ്ടെന്നും നല്ലോണം നടക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എത്തിയല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ആഫ്രിക്കൻ കൂടി കാണാം കേട്ടോ. ഒരു ആഫ്രിക്കൻ വനിത ശ്രുതി ചേച്ചിയുടെ കയ്യിൽ എന്തോ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്ത് സാധനമാണെന്നുള്ളത് വരുമ്പോൾ അറിയാം എന്ത് സാധനമാണെന്ന്. എന്താ ചേച്ചി അത്? ഷിയ ബട്ടറിന്റെ ക്രീമും ഓയിലുമാണ്. കൊള്ളാമോ? കൊള്ളാം, നല്ല മണമുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണ്? അവക്കാഡോ നല്ലതാ. അവക്കാഡോ മിക്സിങ് ഷിയ ബട്ടർ എന്നാ പറഞ്ഞ. ഓക്കെ, തേച്ച് കഴിയുമ്പോൾ അറിയാം. നല്ലോണം തേക്കുന്നുണ്ട് കേട്ടോ. സ്മെല്ല് ചെയ്ത് നോക്ക്. മണമുണ്ടോ? നല്ല ഗ്ലോ ആയിട്ടുണ്ട് അല്ലേ? അമ്മ ഇത് മേടിക്കുമെന്ന് വിചാരിച്ചാൽ തേച്ച് തന്നെ കേട്ടാ. ഇത് മേടിക്കാണ്ട് പോയി അവർക്ക് വിഷമാവും. ഇത് കൊള്ളാം. ഇത് അമ്മ ഇത് തേച്ച് കഴിയുമ്പോൾ ഒരു നമസ്കാരം പറഞ്ഞിട്ട് പുറകോട്ട് നീക്കോ കേട്ടാ. വേണ്ട മോനെ, വേണ്ട. മനസ്സിലായല്ലേ? ആലപ്പുഴ എന്താണ് വീടുന്ന് തോന്നുന്നു. നമ്മൾ പറയണൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ ആഫ്രിക്കൻ പവലിയൻ്റെ ഒരു വൈബ് തന്നെ വേറെ കേട്ടോ. ഒരുപാടധികം വെറൈറ്റി സാധനങ്ങളും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ആഫ്രിക്കൻ പവലിയനിൽ. അപ്പോൾ ഇവിടെ അമ്മ എന്തൊക്കെയോ സാധനം മേടിക്കുകയും ചെയ്തായിരുന്നു. അമ്മ എന്താ കടയിൽ നിന്ന് എന്താ മേടിച്ച? ഇത് ഷിയ ബട്ടറും കൊക്കോ ബട്ടറും അരഗൻ ഓയിലും ഉള്ള ഒരു ഇതാണ്. ഇത് ഹെയറിലും ഫേസിലും ബോഡിയിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മോയ്സ്ചറൈസ് കിട്ടാൻ. മൊത്തം തേച്ചിട്ട് ഇപ്പം അമ്മേനെ മൊത്തം മണമാണ് ഇവിടെ. അതെ, നമുക്ക് നല്ല മോയ്സ്ചറൈസ് കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? ഇപ്പം എന്തായാലും ആഫ്രിക്കൻ പവലിയനിൽ വന്നുകൊണ്ട് ഗുണമുണ്ടായി അല്ലേ ഉണ്ണിയാവാ? സാധനം കിട്ടി. അമ്മയൊക്കെ പറ്റിയ സാധനം. ആഫ്രിക്കനാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും സൂപ്പർ അല്ലേ? ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾ വരികയാണെങ്കിൽ ആഫ്രിക്കൻ പവലിയൻ മിസ്സാക്കരുത്. അടിപൊളിയാ. ഇവിടെയാണ് വെറൈറ്റീസ് ഉള്ളത്. അതെ അതെ, കൾച്ചറൽ ആൻഡ് എത്നിക്. പിന്നെ ആൾക്കാർ ഭയങ്കര എനർജറ്റിക്കാ. ഹെവിയാണ്. അവർക്ക് വിൽക്കാൻ അറിയാം. ഭയങ്കര കസ്റ്റമർ ഡീലിംഗ് ആണ്. അമ്മ നടന്നു പോയപ്പോ അമ്മന്നൊക്കെ വിളിക്കണ്ടേ? വേണ്ടെന്ന് പറഞ്ഞപ്പോഴായിരുന്നു ആദ്യം വേണ്ടെന്ന് പറഞ്ഞപ്പോ അവര് വേണ്ട പറഞ്ഞിട്ട് അല്ലാന്നൊക്കെ വിളിക്കണ്ടേ അവിടെ നിന്ന്. ഗൈസ്, ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും ആഫ്രിക്കക്കാരുടെ കിടിലൻ ഡാൻസ് തുടങ്ങി. നമുക്ക് അതും കൂടി കണ്ടിട്ട് പോവാം. ഭീകര എനർജറ്റിക് ഡാൻസ് കേട്ടോ. അമ്മാമ്മേ, അങ്ങനെ മനോഹരമായ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അമ്മാമ്മ കണ്ടല്ലോ എല്ലാം, സന്തോഷമായില്ല? എന്താണ് അമ്മാമ്മയുടെ ഗ്ലോബൽ വില്ലേജ് കണ്ടിട്ടുള്ള അനുഭവം എന്താണ്? ഞാനിതൊന്നും കാണാനിരുന്നു വരുമെന്നൊന്നും എനിക്കറിയാം. അവിടെ നോക്കി പറ. ഇത് ഞാൻ പിടിച്ചോളാം. അവിടെ നോക്കാം. അവിടെ നേരെ എവിടെ? അവിടെ. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതെല്ലാം കണ്ടിട്ട്. ഏതെല്ലാം രാജ്യങ്ങൾ? ഒരുപാട് രാജ്യങ്ങളുടെ ഇതെല്ലാം കണ്ട് ഡാൻസൊക്കെ കണ്ട് അങ്ങനെ സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ പോവുകയാണ്. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം അമ്മയ്ക്ക് ഇവിടെ കണ്ടതിൽ? എനിക്ക് എൻ്റെ രാജ്യം തന്നെയാണ് ഇഷ്ടം. ഇന്ത്യയോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് ആദ്യം അങ്ങോട്ട് തന്നെ പോയത്. ഓക്കെ. നമ്മുടെ ഇന്ത്യയും രാജ്യവും അതുപോലെ നമ്മൾ ജീവിച്ച കേരളവുമാണ് നമുക്ക് വലുത്. പക്ഷെ ഇതെല്ലാം കാണണം. ഇതൊക്കെ കണ്ട് എല്ലാം സന്തോഷമായി അറിഞ്ഞ് മനസ്സിലായി. അവരുടെയൊക്കെ ഡാൻസുകളും എല്ലാം കേട്ട് കണ്ടും നല്ല സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ പോവുകയാണ്. അന്ന് എനിക്ക് കെട്ടിപ്പിടിച്ചൊരു മത പോവാ. സന്തോഷമായില്ലേ മാമക്ക്? പോവാം നമുക്ക്. ഓക്കെ, അങ്ങനെ എന്തായാലും സംഭവബഹുലമായ ദുബായിലെ മറ്റൊരു ദിവസം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ? അപ്പോൾ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് സത്യം പറഞ്ഞ ഒരു 2 ദിവസത്തെ പരിപാടിയാണ്. നമ്മൾ കവർ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ വന്നിട്ട് 5 മണിക്കൂറായല്ലേ? 5 മണിക്കൂർ കൂടുതലായി നമ്മൾ വന്നിട്ട്. അപ്പോൾ ദുബായിൽ വരുമ്പോൾ മിസ്സാക്കാതിരിക്കാൻ എൻ്റെ ഒരു അവസരത്തിൽ നമ്മളുടെ ട്രാവൽ പാർട്ണർ റോയൽ സ്കൈനോട് ഞാൻ നന്ദി പറയുന്നത്. ഇതുപോലെയുള്ള ട്രാവൽ പാക്കേജുകളൊക്കെ എടുത്ത് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റോയൽ സ്കൈനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പറെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു അമ്മാമ്മ ഇൻ ദുബായ് വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അണ്ടിൽ ദെൻ
ടേക്ക് കെയർ. ബൈ ബൈ. ബൈ പറഞ്ഞ എല്ലാവരും. ടാറ്റാ. ബൈ ബൈ. സെറ്റല്ലേ? സെറ്റാണ്. അതെ, ഇച്ചിരി വൈബൊക്കെ ഇട്ടിരിക്കും. അമ്മാമൊക്കെ കാണാൻ പറ്റണ്ടല്ലോ അല്ലേ ഇതൊക്കെ വെച്ചിട്ട്? ആ വച്ച പിന്നെ നല്ലോണം കാണാം. വണ്ടികളൊക്കെ പോണ കാണാമല്ലോ. പച്ചക്കാറല്ലേ ഞങ്ങൾ